പട്ടാപ്പകൽ കൃഷിയിടത്തിൽ നിന്നും പച്ചയേലയ്ക്ക മോഷണം നടത്തിയ 2 യുവാക്കളെ വടംമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. വടംമേട് പുന്നത്താനം അഭിജിത്ത് മനോജ്, നായർ സിറ്റി വാണിയപ്പുരയ്ക്കൽ ബിബിൻ ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. 50 കിലോയോളം പച്ചയേലയ്ക്ക ഇവരിൽ നിന്നും കണ്ടെടുത്തു. ഇന്നലെ പകൽ പുറ്റടി അമ്പലമേട് ഭാഗത്താണ് ഏലത്തോട്ടത്തിൽ പ്രതികൾ മോഷണം നടത്തിയത്. മോഷണം നടന്ന ഉടനെ വിവരമറിഞ്ഞ നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ പുറ്റടി സ്പൈസസ് പാർക്കിന് സമീപത്തു നിന്നും വൈകുന്നേരത്തോടെ പ്രതികളെ പിടികൂടുകയായിരുന്നു. തുടർന്ന് ഇവരെ പോലീസിനെ കൈമാറി. കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖലയിൽ പല ഏലത്തോട്ടങ്ങളിലും പച്ചയേലക്ക മോഷണം പതിവായിരുന്നു. ചില കേസുകളിൽ മോഷ്ടാക്കൾ പിടിയിലായിട്ടുണ്ടെങ്കിലും തോട്ടങ്ങളിൽ ഏലത്തിന്റെ ശരമടക്കം ചെത്തിക്കടത്തുന്നത് പതിവായതോടെ കർഷകർക്കിടയിൽ വലിയ ആശങ്ക രൂപപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ പുറ്റടിയിൽ നടന്ന മോഷണത്തിൽ പ്രതികളെ കൈയോടെ പിടികൂടാനായത് നാട്ടുകാർക്കും പോലീസിനും വലിയ ആശ്വാസമായിട്ടുണ്ട്. വണ്ടൻമേട് മേഖലയിൽ ഏലത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം വ്യാപകമായ സാഹചര്യത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയതായി സബ് ഇൻസ്പെക്ടർ വിനോയ് എബ്രഹാം പറഞ്ഞു. സ്പൈസസ് പാർക്കിന് മുൻവശം റോഡിൽ പരുങ്ങിയ നിലയിൽ ഈ കീറിയ വസ്ത്രങ്ങളുമൊക്കെ ആയിട്ട് പരുങ്ങുന്നത് കണ്ട് നാട്ടുകാർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഇവര് മോഷ്ടാക്കളാണെന്നും മോഷ്ടിച്ച കായ മുറ്റടിയിൽ തന്നെയുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിൽ വിൽപ്പന നടത്തിയെന്നും പറഞ്ഞു. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും കട്ടപ്പന വണ്ടമേട് ഐപി അവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ഇവര് നിരവധി സ്ഥലങ്ങളിൽ മോഷണം നടത്തി എന്ന് അറിവാകുന്നുണ്ടെങ്കിലും അത് ഏതെല്ലാം തോട്ടത്തിൽ നിന്നാണ് എന്ന് ഞങ്ങൾ പരിശോധിച്ചു വരികയാണ്. മുമ്പ് ഈ മേഖലയിൽ നടന്ന മറ്റ് മോഷണ സംഭവങ്ങളിലും പ്രതികൾക്ക് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ശരം ഉൾപ്പെടെ ചെത്തിമാറ്റിയ നിലയിൽ 50 കിലോയോളം പച്ചയേലക്ക പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കട്ടപ്പന ASP രാജേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം വണ്ടൻമേട് CI ഷൈൻകുമാർ A, SI ബിനോയ് എബ്രഹാം, ഗ്രേഡ് SI വിനോദ് കുമാർ KN, SCPO ഫൈസൽ മോൻ M, SCPO ജയൻ N എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അണക്കര.